തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അവിടെ മരിച്ച ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാ കുറിപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നു, മീഡിയ വണ്ണിൽ ലഭിച്ചിരിക്കുന്നു. അതായത് ബി.ജെ.പിയെ വെട്ടിലാക്കുന്നതാണ് ആ ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ. നമ്മുടെ ആളുകളെ സഹായിച്ചുവെന്നും പണം തിരിച്ചടക്കാതിരുന്നിട്ടും മറ്റു നടപടികളിലേക്ക് കടന്നില്ലെന്നും ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, പലതരത്തിലുള്ള ന്യായങ്ങൾ ഉയർത്തി പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. നേതാക്കളൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ബി.ജെ.പിയെ വെട്ടിലാക്കുന്ന വിവരങ്ങൾ കൂടിയാണ്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് വിജിൻ? ജിൽസി, എന്തായാലും ബി.ജെ.പിയുടെ വാദങ്ങൾ പൂർണ്ണമായും തകർക്കുന്ന, ബി.ജെ.പിയെ പൂർണ്ണമായും വെട്ടിലാക്കുന്ന ആത്മഹത്യാക്കുറിപ്പിന്റെ പ്രസക്തമായ ഭാഗമാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെയൊക്കെ പോലീസ് ഭീഷണിപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടുള്ള മനോവിഷമത്തിലാണ് തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ള വാദമായിരുന്നു ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ നിരത്തിയത്. ഇന്ന് ഇക്കാര്യം കാണിച്ച് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ മാർച്ചും ബി.ജെ.പി. സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് നമ്മൾ ഈ ആത്മഹത്യാക്കുറിപ്പ് കൃത്യമായി പുറത്തുവിടുന്നത്. അതിൽ പറയുന്നത്, നമ്മുടെ ആളുകളെ സഹായിച്ചു, പക്ഷേ പണം തിരിച്ചെടുക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അവരാരും തിരിച്ചടച്ചില്ല എന്നുള്ള കാര്യമാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഈ തിരുമല അനിൽ വ്യക്തമാക്കുന്നത്. പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇത്തരത്തിൽ പണം തിരിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള മറ്റ് നടപടികൾ, അതായത് റിക്കവറി നടപടികളിലേക്ക് ഒന്നും തങ്ങൾ പോയില്ല. അതാണ് ഈ ബാങ്കിന്റെ ഭരണപ്രതിസന്ധിക്ക് പ്രധാനമായും കാരണമായി മാറിയത്. FD കൂട്ടത്തോടെ ആളുകൾ വന്ന് അത് FD പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. ഭരണം പ്രതിസന്ധി ബാങ്കിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ വന്ന് പിൻവലിച്ചു. ഒപ്പം തന്നെ ദിവസം വരേണ്ട വരുമാനങ്ങൾ വരാതെയായി. അങ്ങനെ ഉള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ബാങ്ക് തകരാൻ കാരണമെന്നുള്ളതാണ് അനിൽ ഈ ആത്മഹത്യാക്കുറിപ്പ് പ്രധാനമാണ്, നിർണായകമാണ്. നിലവിലൊരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അന്വേഷണത്തെ ഇപ്പോഴത്തെ ഈ ആത്മഹത്യാക്കുറിപ്പ് ഏതെല്ലാം തരത്തിൽ സ്വാധീനിക്കുന്ന ഒന്നാകും, അല്ലെങ്കിൽ അതിന്റെ ഗതിയെ ബാധിക്കുന്ന ഒന്നാകും? സൈഫുദ്ദീൻ, നിലവിൽ തന്നെ എന്തായാലും ബാങ്ക് ഭരണസമിതി അംഗങ്ങൾക്ക് ഉൾപ്പെടെ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നിലവിൽ പോലീസിന്റെ കൈവശം തന്നെ ഉള്ള ആത്മഹത്യാക്കുറിപ്പിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം, ബി.ജെ.പി. വാദങ്ങളെ പൂർണ്ണമായും ഗണ്ണിക്കുന്ന ഭാഗങ്ങൾ മീഡിയ വൺ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഭാഗം പൂർണ്ണമായും വായിച്ചാൽ ഇപ്പോൾ ഒരു പ്രതിസന്ധിയും എല്ലാ സഹകരണ സംഘങ്ങൾക്കും ഉള്ളതുപോലെ ഈ സഹകരണ സംഘത്തിനും ഉണ്ട്. ഇതുവരെ FD കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്തു. നേരത്തെ പോലെ ചിട്ടിയോ ദിവസ വരുമാനമോ ഇപ്പോൾ ഇല്ലാതായി. ആയതിനാൽ തന്നെ FD ഇട്ടിട്ടുള്ള ആൾക്കാർ അവരുടെ പണത്തിന് കാലതാമസം വരാതെ ആവശ്യത്തിലധികം സമ്മർദ്ദം തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട്, നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, മറ്റ് നടപടികളിലേക്ക് ഒന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസം ഉണ്ടാക്കി. ഞാനോ ഈ സംഘത്തിലെ ഭരണസമിതിയോ യാതൊരു ക്രമക്കേടും സംഘത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അതെല്ലാം അവിടുത്തെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ഭാഗം. ബി.ജെ.പി. അനുഭാവികളായ ബി.ജെ.പി. നേതാക്കൾ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഉൾപ്പെടെയാണ് ഈ സംഘത്തിൽ നിന്നും ലോൺ നൽകിയത്. അതാണ് ഈ തിരുമല അനിൽ നമ്മുടെ ആളുകൾ എന്ന ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ആ ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബി.ജെ.പി. നേരത്തെ പറഞ്ഞത് സംഘത്തിന്റെ ഈ ഭരണപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പോലീസ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യ എന്നായിരുന്നു. പക്ഷേ അത് ഒരു മാസം മുമ്പാണ് പോലീസ് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചതിനെ തുടർന്ന് അനിലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്നലെ രാജീവ് ചന്ദ്രശേഖരോട് ഈ ചോദ്യം ചോദിച്ചതുമായൊക്കെ ബന്ധപ്പെട്ടുണ്ടായ അദ്ദേഹത്തെ എങ്ങനെയായിരുന്നു അതിനോട് പ്രതികരിച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പോലീസിനെ മാത്രം നിരന്തരം പഴി പറഞ്ഞുകൊണ്ട്, പോലീസ് വിളിച്ചു വരുത്തിയതും മനോവിഷമം ഉണ്ടാക്കിയതുമാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഇടപെടലുകളൊന്നും നടത്താതിരുന്നതിന്റെ കാര്യമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ആത്മഹത്യാ കുറിപ്പ് വന്നതുകൊണ്ട് തന്നെ അത്തരം പ്രതിരോധങ്ങളൊന്നും ഇനി ബി.ജെ.പിക്ക് പറഞ്ഞു നിൽക്കാനാവില്ല. മാത്രമല്ല, കൃത്യമായൊരു നടപടി ഉണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടിയാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും വലിയ തരത്തിൽ ഇനി ഇതിനെ പ്രതിരോധിക്കാനായി രംഗത്തിറങ്ങേണ്ടി വരും ബി.ജെ.പി. തീർച്ചയായും ജിൽസി, അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ ഈ മരണം നടന്ന ദിവസം പകൽ സമയത്ത് ഒന്നും ഉണ്ടാകാതിരുന്ന ഒരു ആരോപണമാണ് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ ഭാഗത്ത് നിന്ന് രാത്രി 9:30 വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. ആ വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത്, പോലീസ് ഇത്തരത്തിൽ CPM സമ്മർദ്ദത്തിന് വഴങ്ങി ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിപ്പെടുത്തലിന്റെ ഭാഗമായി ഉള്ള മാനസിക സമ്മർദ്ദത്തിലാണ് തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഗുരുതര ആരോപണമായിരുന്നു പോലീസിനെതിരെ ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റിന്
ഉന്നയിച്ചത്. ആ വാദങ്ങൾ, ആ ന്യായങ്ങൾ പിന്നീട് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഏറ്റുപിടിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി ഇന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോഴും ആത്മഹത്യാക്കുറിപ്പിലെ പ്രധാന വിവരം എന്താണ് അനിൽ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ആകാംക്ഷ നിരത്തത്. ആ വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകൂ എന്നുള്ള കൃത്യമായ വിവരങ്ങളുണ്ടായിരുന്നു. അതിന്റെ അന്വേഷണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ നടത്തിയത്. അതിനൊക്കെ ശേഷമാണ് ഏറ്റവും പ്രസക്തമായ ആത്മഹത്യാക്കുറിപ്പിലെ ഏറ്റവും പ്രസക്തമായ ഈ ഭാഗങ്ങൾ ഇപ്പോൾ മീഡിയ വൺ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്.